കൊല്ലത്ത് കടലിൽ കാണാതെ ഗൗതം കൃഷ്ണന് വേണ്ടി തിരച്ചിൽ തുടങ്ങി. ചെയ്ത കാര്യങ്ങൾ കുടുംബത്തെ അറിയിക്കുന്നതിൽ സർക്കാരിന് വീഴ്ച പറ്റിയെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ ന്യായീകരിച്ചു. അതേസമയം ഡിവൈഎഫ്ഐയും മത്സ്യത്തൊഴിലാളി യൂണിയൻ CITUവും ധീവരസഭയും പ്രതിഷേധ മാർച്ചുകൾ നടത്തി. ഇങ്ങനെ ഒരു തെരച്ചിൽ ഗൗതമിനെ കാണാതായി ഇതാദ്യം. അതും അമ്മ രേഷ്മ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചതിനെ തുടർന്ന് രാവിലെ 7 മണിക്ക് 2 ബോട്ടുകളിലായി തെരച്ചിലുള്ളവർ തിരിച്ചു. കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ 2 റൗണ്ട് കടൽ തീരത്ത് നിരീക്ഷണ പറക്കൽ നടത്തി മടങ്ങി. തീരത്ത് ഡ്രോൺ പരിശോധനയും നടന്നു. പക്ഷേ തെരച്ചിലിലെ അലംഭാവത്തിനെതിരെ ഡിവൈഎഫ്ഐ കൊല്ലം കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞെങ്കിലും പോലീസ് വലയം ഭേദിച്ച് കളക്ടറേറ്റ് വളപ്പിലേക്ക് കയറി അകത്ത് ഉപരോധിച്ചു. പ്രളയത്തിലും ബോട്ട് അപകടത്തിലും രക്ഷാപ്രവർത്തനം നടത്തേണ്ട ഹെലികോപ്റ്റർ മുഖ്യമന്ത്രി അമ്മായിയച്ഛനെ കാണാൻ കൊണ്ടുപോയെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷറർ SR അരുൺബാബു പറഞ്ഞു. ആ പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ അമ്മ ഇന്നലെ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ പോയിട്ട് എന്റെ മകൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഈ ജില്ലാ ഭരണകൂടം, ഈ ഗവൺമെന്റ് പറയുന്നത് ഞങ്ങൾക്ക് അന്വേഷിക്കാൻ നിങ്ങളൊരു ഡിമാൻഡ് വെച്ചിട്ടില്ലല്ലോ, ഡിമാൻഡ് പറഞ്ഞില്ലല്ലോ എന്നാണ്. ഡിമാൻഡ് പറയാത്തോണ്ട് അന്വേഷിച്ചില്ല എന്ന് പറയുന്ന കളക്ടറോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇന്ന് അവിടെ ബാരിക്കേഡുകളെല്ലാം വെച്ചല്ലോ, ബാരിക്കേഡെല്ലാം വെച്ചിട്ട് ഒരു ഡിമാൻഡും പറയാതെ നിങ്ങളുടെ ഈ കളക്ടറേറ്റിന്റെ, നിങ്ങളുടെ ഓഫീസിന്റെ തൊട്ട് താഴെ വന്നിരിക്കാൻ ഡിവൈഎഫ്ഐക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി ഇവിടെ ജില്ലാ കളക്ടറും ജില്ലാ ഭരണകൂടവും ഈ ജില്ലയിലെ മന്ത്രിമാരുമെല്ലാം തെരുവിൽ സഞ്ചരിക്കാൻ അനുവദിക്കാത്ത നിലയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി അതിശക്തമായ സമരവുമായി ഡിവൈഎഫ്ഐ മുന്നോട്ട് പോകും. ഇന്നലെ ഒരു അമ്മ കോസ്റ്റൽ പോലീസിന്റെ ആ സ്റ്റേഷന്റെ മുമ്പിൽ ഇരുന്ന് എന്റെ മകൻ എവിടെ എന്ന് ചോദിച്ച് കരഞ്ഞപ്പോൾ ഈ മന്ത്രി, ഈ ജില്ലയിലെ മറ്റ് 2 മന്ത്രിമാർ എവിടെയാണ്? ബിന്ദു കൃഷ്ണ എവിടെയാണ്? PC വിഷ്ണുനാഥ് എവിടെയാണ്? ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും അതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അബ്ദുൾ ഗഫൂർ ഇദ്ദേഹം അറിഞ്ഞിട്ടുണ്ടോ? മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU കൊല്ലം മെറൈൻ എൻഫോഴ്സ്മെന്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് CPM കൊല്ലം ജില്ലാ സെക്രട്ടറി സുദേവൻ ഉദ്ഘാടനം ചെയ്തു. മലയോര മേഖലയിൽ രാഷ്ട്രീയ തിമിരം ബാധിച്ചുകൊണ്ട് വനം വകുപ്പ് മന്ത്രി അടക്കമെടുക്കുന്ന നിലപാട് പുതിയ പ്രശ്നങ്ങൾ കേരളത്തിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. LDF ഗവൺമെന്റ് അധികാരത്തിലിരുന്നപ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ രക്ഷാകവചം പോലെ ഗവൺമെന്റ് സന്നദ്ധമായി മുന്നോട്ട് വരുമായിരുന്നു. കേരളത്തിന്റെ തീരപ്രദേശം സന്ദർശിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശനോ ഫിഷറീസ് വകുപ്പിന്റെ ചുമതലയുള്ള അബ്ദുൾ ഗഫൂറോ കേരളത്തിൽ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായിട്ടുള്ള സ്ഥിതിവിശേഷം. ധീവരസഭയും നീണ്ടകര തുറമുഖം ഉപരോധിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തി. ചെയ്ത കാര്യങ്ങൾ കുടുംബത്തെ അറിയിക്കുന്നതിൽ സർക്കാരിന് വീഴ്ച പറ്റിയെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ ന്യായീകരിച്ചു. വളരെ ഇൻസെൻസിറ്റീവായിട്ടുള്ള പരാമർശമായി പോയി ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത്. ഗവൺമെന്റ് ശ്രദ്ധയിൽ ഇന്നലെ തന്നെ പെട്ടു. അത് ഉചിതമായ തീരുമാനം ആ കാര്യത്തിൽ. കാരണം ഒരു മരണപ്പെട്ട വീട്ടുകാരെ സമീപിക്കുന്നതിൽ ഒരു സെൻസിറ്റിവിറ്റി ഉദ്യോഗസ്ഥർക്ക് വേണം. അതല്ലാതെ സ്വീകരിച്ച നടത്തിയ പരാമർശം ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അനുയോജ്യമായ തീരുമാനം ആ കാര്യത്തിലുണ്ടാവും. എന്താണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ നയത്തിനനുസരിച്ചല്ല ആ ഉദ്യോഗസ്ഥർ സംസാരിച്ചത്. അത് അംഗീകരിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് അത് എന്താണെങ്കിലും നിങ്ങൾ പറഞ്ഞത് അത് പരിശോധിക്കും. ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് ഡെപ്യൂട്ടി ഡയറക്ടറും ADയും പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പരിശോധിക്കാവുന്ന കാര്യം. മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാത്ത സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തിപ്പെടുകയാണ്. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.